ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാറാസ് ബ്ലോഗ്. സാറാസ് ബ്ലോഗിൻ്റെ അറേബ്യൻ ട്രാവലർ സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം സൗദി അറേബ്യ റിയാദിലെ എഡ്ജ് ഓഫ് ദി വേൾഡ് എന്ന സ്ഥലത്തേക്കാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 105 കിലോമീറ്റർ ദൂരവും ഏകദേശം 2 മണിക്കൂർ 22 മിനിറ്റ് യാത്രയുമുണ്ട് എഡ്ജ് ഓഫ് ദി വേൾഡിലേക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും യാത്ര തുടരാം. കാഴ്ചകളെല്ലാം നമുക്ക് വഴിയെ കാണാം. മെയിൻ റോഡിൽ നിന്നുള്ള ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞത് ഇപ്പോൾ നമ്മൾ ഡെസർട്ട് ഏരിയയിലേക്ക് കയറി. ഇനിയുള്ള റോഡ് മുഴുവൻ ഇതുപോലെയാണ്. ആകെ 21 കിലോമീറ്റർ ഉണ്ട്, പക്ഷേ 1 hour 12 മിനിറ്റ്, 1 മണിക്കൂറിന് പുറത്ത് നമുക്ക് വീണ്ടും യാത്ര കാണിക്കുന്നു. ഇതാണ് റോഡിൻ്റെ അവസ്ഥ. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഒത്തിരി വണ്ടികൾ കൂടെ ഉള്ളതുകൊണ്ട് അവരുടെ പിറകെ പിടിച്ച് എന്തായാലും അവിടെ എത്താമെന്നുള്ള വിശ്വാസമുണ്ട്. നമ്മുടെ യാത്ര ആരംഭിച്ചത് റിയാദിലെ ഗ്രനാഡ മോളിനടുത്ത് നിന്നാണ്. അവിടെ നിന്ന് ഏകദേശം 80-85 കിലോമീറ്ററോളം നമുക്ക് നല്ല റോഡ് വഴി ഇവിടെ എത്താൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഏകദേശം 20-22 കിലോമീറ്ററോളം വളരെ മോശം റോഡ് ആണ്. മോശം റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസേർട്ട് ആണെന്നല്ല, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലുള്ള റഫായിട്ടുള്ള റോഡാണ്. അപ്പോൾ അവിടെ നമുക്ക് ഈ എഡ്ജ് ഓഫ് ദി വേൾഡിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമുക്കൊരു സെഡാൻ കാറിൽ വേണമെങ്കിൽ വരാൻ പറ്റും. പക്ഷേ യാത്ര അല്പം ക്ലേശകരമായിരിക്കും. കാരണം നമുക്ക് ഈ യാത്രയിൽ നമുക്ക് മനസ്സിലായത് ഈ പോകുന്ന വഴിയിൽ കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതൽ ആവശ്യമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സെഡാൻ കാറിൽ വന്നു കഴിഞ്ഞാൽ വളരെ റിസ്ക് എടുത്ത് നമ്മൾ വളരെ സൂക്ഷിച്ച് മുന്നോട്ടുള്ള യാത്ര നടത്തേണ്ടി വരും. പക്ഷേ നമ്മൾ അതേസമയം ഒരു SUV ടൈപ്പ് വെഹിക്കിളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് നോർമലി ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുള്ള വാഹനമായതുകൊണ്ട് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ നമുക്ക് സുഖമായി യാത്ര ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ SUV ടൈപ്പ് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ 4 വീൽ ഡ്രൈവ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് സാധാ നമ്മുടെ 2 വീൽ ഡ്രൈവ് വെഹിക്കിൾ SUV കാറ്റഗറിയിൽപ്പെട്ട ഏത് വാഹനമായാലും ഓക്കെയാണ്. നല്ല കാറ്റുണ്ട്, തണുപ്പ് കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും ഈ യാത്രയൊക്കെ. ഞങ്ങളുടെ ഈ യാത്ര എന്ന് പറയുമ്പോൾ എനിക്കൊപ്പം ഞങ്ങളുടെ സുഹൃത്തുക്കളായ ലിജു, ഷാരോൺ, ജൂൺ അങ്ങനെ 3 പേര് കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരും ഒരുമിച്ച് താമസിക്കുന്നവരുമാണ്. ഇനി ഒരു 4-മൻ കൂടിയുണ്ട്, വാങ് സിന്യു. പുള്ളിക്കാരൻ ലീവിലാണ്.
അപ്പോൾ പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിയും നമുക്കൊപ്പം ഉണ്ടായിരുന്നേനെ. അപ്പോൾ അങ്ങനെ നമ്മൾ 4 പേരും കൂടി ചേർന്നുള്ള ഈ ഒരു യാത്രയായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായി. ഇനി ഒരു 5 മിനിറ്റ് കൂടെ കൊണ്ട് നമ്മൾ എഡ്ജ് ഓഫ് ദി വേൾഡിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തും. ഇതുവരെ ഓടി എത്തിയതിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. എന്തായാലും ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയതിന് ശേഷം. വാ വാ നമുക്ക് അപ്പുറത്ത് പോവാം. ലിയാവിൻ്റെ അറ്റത്തെത്തി. പൊങ്ങി പോന്നല്ലേ? അങ്ങനെ നമ്മുടെ യാത്രയുടെ ഒടുവിൽ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ എഡ്ജ് ഓഫ് ദി വേൾഡിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വളരെ മനോഹരമായൊരു സ്ഥലമാണ്. നമ്മൾ ഈ യാത്രയ്ക്ക് ഒരല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും നമ്മളിവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ആ ഒരു യാത്രയുടെ വിഷമമെല്ലാം മാറും. കാരണം വളരെ കാണാൻ ഭംഗിയുള്ള മനോഹരമായ ഒരു സ്ഥലം. നമ്മൾ സൗദി അറേബ്യയിൽ വന്ന് ഇപ്പോൾ ഏകദേശം 5 വർഷത്തോളം ആവുന്നു. പക്ഷേ ഇതിനിടയിൽ ഇതുവരെ നമുക്ക് പുറത്ത് ഒരു സ്ഥലത്ത് പോകുവാനോ കാണുവാനോ ഉള്ളൊരു അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഈദ് അവധിക്കായിരുന്നു നമ്മുടെ ഈ യാത്ര പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എപ്പോഴെങ്കിലും ഒരു തവണ നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ തീർച്ചയായും എഡ്ജ് ഓഫ് ദി വേൾഡ് വന്ന് കണ്ടിരിക്കണം. വളരെ വർത്തായിട്ടുള്ളൊരു പ്ലേസാണ്. തീർച്ചയായിട്ടും എല്ലാവരും പോകുവാനും കാണുവാനും ശ്രമിക്കുക.